ഇന്നത്തെ എൻ്റെ യാത്രയിൽ സഫ്ന താത്തയും കൂട്ടിനുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, രണ്ടാൾക്കും എറണാകുളത്ത് വെച്ച് നാളെ ഒരു എക്സാം ഉണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയുടെ ഇൻ്റർസിറ്റിക്കാണ് പോകുന്നത്. ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഞാൻ AC വെയിറ്റിംഗ് റൂമിലിരുന്നാണ് കഴിച്ചത്. ഒരാൾക്ക് 1 മണിക്കൂറിന് 30 രൂപയാണ് ചാർജ്. ആ സമയത്ത് താത്ത പഠിക്കുകയായിരുന്നു. ട്രെയിനാണെങ്കിൽ കുറച്ച് ലേറ്റായി, നല്ല മഴയും. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ട്രെയിനിൽ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കയറിയ വഴിക്ക് നല്ലൊരു മഴ പെയ്തു. ഞങ്ങളൊന്ന് നനഞ്ഞു. നാളെ രാവിലത്തെ എക്സാമിന് ഇന്ന് പോകുന്നതിന് കാരണം ട്രാക്കിൻ്റെ അറ്റകുറ്റപ്പണികളാണ്. അതുകൊണ്ട് ട്രെയിനുകളെല്ലാം വൈകിയാണ് പോകുന്നത്. 2 ദിവസം മുമ്പ് ഞാൻ പോയ ആലപ്പുഴ വണ്ടി ഒന്ന് വൈകി. അതുകൊണ്ട് 15 മിനിറ്റ് വൈകിയാണ് ഞാൻ എക്സാം ഹാളിൽ കയറിയത്. അന്നേ ദിവസം ഇംഗ്ലീഷ് ആയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇനിയുള്ളത് കെമിസ്ട്രിയാണ്. അതുകൊണ്ട് തലേ ദിവസം പോയി ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്ത് ടെൻഷൻ ഇല്ലാതെ എക്സാമിന് പോകാമെന്ന് കരുതി. പിന്നെ കമ്പൈൻ സ്റ്റഡിയും നടക്കുമല്ലോ. 5:30 എറണാകുളം എത്തി. സ്റ്റേഷനിൽ നിന്ന് ഒരു കോഫിയും വടയൊക്കെ കഴിച്ചു. പിന്നെ ഓട്ടോ എടുത്ത് തേവരയിലുള്ള AG ഹോസ്റ്റലിൽ പോയി. ഒരു ദിവസത്തേക്ക് 400 രൂപയാണ്. 3 നേരത്തെ ഭക്ഷണവും 2 നേരത്തെ ചായ ഉൾപ്പെടെ. ഇവിടുത്തെ ഭക്ഷണം നല്ല ടേസ്റ്റാണ്. ഡോർമെറ്ററി മോഡൽ റൂമുകളാണ് ഇവിടെ ഉള്ളത്. അത്യാവശ്യം വൃത്തിയൊക്കെയുള്ള റൂമാണ്. പിന്നെ ഇവിടെയുള്ള ചേച്ചിമാർ നല്ല ഫ്രണ്ട്ലിയാണ്. വന്ന ശേഷം ബെഡെല്ലാം സെറ്റാക്കി ക്യാഷെല്ലാം കൊടുത്തു. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പിന്നെ ഒരു ചായയൊക്കെ കുടിച്ച് പഠിക്കാൻ തുടങ്ങി. കെമിസ്ട്രി പൊതുവെ ഞങ്ങൾക്ക് 2 പേർക്ക് നല്ല ടഫായിട്ടുള്ള സബ്ജക്റ്റാണ്. പിന്നെ പറയണ്ട, ഇഗ്നോയിലാണ് കെമിസ്ട്രി എടുത്തേക്കണത്. അതിന് പുറമെ നല്ല ടഫ് എക്സാമും. രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റു. കുറേ നേരം റിവൈസ് ചെയ്തു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. SHലായിരുന്നു എക്സാം. കഴിഞ്ഞ ശേഷം ഹോസ്റ്റലിലേക്ക് ചെന്നു. ലഞ്ചൊക്കെ കഴിച്ച് ബാഗൊക്കെ പാക്ക് ചെയ്തു. ട്രെയിന് 2:45 മെമുവാണ്. ഒരു 1:15 കഴിഞ്ഞതും ഞങ്ങൾ ഇറങ്ങി. ഇത്തവണ ബസ്സിന് പോകാമെന്ന് കരുതി ബസ്സുകാരോട് ചോദിച്ചു. അവർ പറഞ്ഞു സൗത്ത് സ്റ്റേഷനിൽ നിർത്തുമെന്ന്. അങ്ങനെ ഞങ്ങൾ സൗത്തിലേക്കാണെന്ന് പറഞ്ഞ് ആ ബസ്സിൽ കയറി. പക്ഷേ അവർ നിർത്തിയത് നോർത്തിലായിരുന്നു. കാരണം സൗത്തിലേക്ക് പോകുന്ന ബസ് ഇതായിരുന്നില്ല. മെമു സ്റ്റാർട്ട് ചെയ്യുന്നത് സൗത്തിൽ നിന്നാണ്. പക്ഷേ ഇനി ഞങ്ങൾക്ക് തിരിച്ചു പോയി സൗത്തിൽ നിന്ന് മെമു എടുക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നോർത്തിൽ നിന്ന് തന്നെ കയറി. നല്ല തിരക്കായിരുന്നു. തൃശ്ശൂർ വരെയും ഞങ്ങൾ നിന്നിട്ടാണ് വന്നത്. അതിനുശേഷം സീറ്റൊക്കെ കിട്ടി. കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചു. 7 മണിയാകുമ്പോഴത്തേക്കും പാലക്കാടെത്തി. താത്താൻ്റെ ഹസ്ബൻഡ് വിളിക്കാവുന്നുണ്ടായിരുന്നു. അവരെന്നെ വീട് വരെ ആക്കി. അങ്ങനെ ഇതോടുകൂടി എൻ്റെ എക്സാംസൊക്കെ തീർന്നു.